മലപ്പുറത്തേക്ക് ഒന്നുകൂടി പോയാൽ അനുമോദ്, മലപ്പുറത്ത് നമുക്കറിയാം അവിടെ ലീഗ് ഈ വിഷയം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. കാരണം ലീഗിന് ലഭിച്ച ഒരു രാഷ്ട്രീയ ആയുധം കൂടിയായി ഈ +1 വിഷയം മാറുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും മലപ്പുറത്തെ അവഗണിക്കുന്നു എന്ന പരാതി തുടർച്ചയായി ഉയർത്തുന്ന ഒരു പാർട്ടി കൂടിയാണ് ലീഗ്. അല്പം ഒരു കാഠിന്യം ഇടയ്ക്കൊന്ന് കുറഞ്ഞിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ആ ആരോപണങ്ങൾക്ക് തീവ്രതയും മൂർച്ചയും ഏറുകയാണ്. രാഷ്ട്രീയമായി ഇടതുമുന്നണിക്കെതിരെ ലീഗ് ഏത് തരത്തിലാണ് ഇത് ആയുധമാക്കുന്നത്? MSFനെയും ഇന്നലെ ഹരിത അടക്കം അപൂർവമായി സമരരംഗത്ത് തള്ളിക്കയറലും പറഞ്ഞതുപോലെയുള്ള അറസ്റ്റിലേക്കുമൊക്കെ ഹരിതയിലെ സംഘടനയായ ആളുകളുമൊക്കെ ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഈ സമരത്തെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണോ ലീഗും? രഞ്ജിത്ത്, മലപ്പുറത്തെ സാഹചര്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ട് MSF ശക്തമായ സമരരംഗത്താണുള്ളത്. ഇന്നലെ വനിതകൾ, അതായത് നമുക്ക് സാധാരണ മുസ്ലിം പെൺകുട്ടികൾ ഈ ഒരു സമരരംഗത്ത് എത്തുന്നത് അത്ര സാധാരണമായിട്ടുള്ളൊരു കാഴ്ചയല്ല. അവിടെയാണ് RDD ഓഫീസിലേക്ക് MSFന്റെ പെൺകുട്ടികൾ ഇരച്ചെത്തുകയും അവർ അറസ്റ്റ് വരിക്കുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കി കൊടി വീശി അവരുടെ ഒരു ശക്തി പ്രകടനം എന്ന തരത്തിലേക്ക് തന്നെ ഈ സാഹചര്യത്തെ മാറ്റുകയും ചെയ്തത്. അതൊക്കെ ഒരു സൂചനയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന യൂത്ത് ലീഗ് മാർച്ച് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിഷേധമാകും. ഇതിലും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനി മുസ്ലിം ലീഗ് ഇത് ഏറ്റെടുക്കുമെന്നാണ് PMA സലാം കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞത്. അതായത് മലപ്പുറത്തിന്റെ ഈ ഒരു സീറ്റ് ബാച്ച് പ്രശ്നം അത് മലബാറിന്റെ മൊത്തം ഒരു പ്രശ്നമായി ഏറ്റെടുത്ത മുസ്ലിം ലീഗ് അതിൽ രാഷ്ട്രീയമായിട്ട് തന്നെ രംഗത്തിറങ്ങാൻ പോവുകയാണ്. നിയമസഭയിൽ നടക്കുന്ന ചോദ്യോത്തരങ്ങളും പ്രതിഷേധവും ഒക്കെ അതിന്റെ തുടക്കം മാത്രമാണ്. ഇത് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്, ഇത് രക്ഷിതാക്കളുടെ പ്രശ്നമാണ്. നല്ല രീതിയിൽ മാർക്ക് വാങ്ങി വിജയിച്ചിട്ടും ഉപരിപഠനത്തിന് അർഹത കിട്ടാത്ത 10,000-കണക്കിന് കുട്ടികളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായിട്ട് മുസ്ലിം ലീഗ് എടുക്കുന്നില്ല. കണക്കിൽ ഉള്ള വൈവിധ്യങ്ങൾ, അതിലുണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ മാത്രം മുൻനിർത്തി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാർ ആകട്ടെ അഡീഷണൽ ബാച്ച് അനുവദിക്കുകയാണെങ്കിൽ അതിന് തക്ക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടി വരും, സ്കൂളുകൾ കെട്ടിടങ്ങൾ നൽകേണ്ടി വരും, അതിന് പിന്നാലെ നിയമനങ്ങൾ നടത്തേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത മുൻനിർത്തിയാണ് സർക്കാർ ഇത്തരത്തിൽ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്നതെന്ന വിമർശനമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുള്ളത്. കാരണം അതിൽ അംഗീകരിക്കാൻ കഴിയുകയില്ല. എല്ലാ തവണയും കുറെ കുട്ടികൾ ഇത്തരത്തിൽ സർക്കാരിന്റെ സംവിധാനത്തിൽ പഠിക്കാൻ അവസരം കിട്ടുമെന്ന് കാത്തിരുന്ന് നിരാശപ്പെട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപേക്ഷിച്ച് കയ്യിലെ കാശ് കൊടുത്ത് രക്ഷിതാക്കൾ പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. അതേ രീതിയിൽ ഇത്തവണയും കാര്യങ്ങൾ പോകുമെന്ന പ്രതീക്ഷ തന്നെയായിരിക്കും സർക്കാരിന് ഒരുപക്ഷെ ഉണ്ടായിരിക്കുക. എന്നിരുന്നാലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് മുസ്ലിം ലീഗ് പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലെ ചർച്ച, അതിനുശേഷം ഈ ജൂലൈ 2 നടക്കുന്ന ചർച്ചയിൽ എന്ത് തരത്തിലുള്ള പരിഹാരം സർക്കാരിന് മുന്നോട്ട് വെക്കാനാകുമെന്ന കാര്യത്തിൽ ഈ പറഞ്ഞ ആശയക്കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. കാരണം ഈ വർഷം ഇനിയൊരു അധിക +2 ബാച്ചുകൾ അനുവദിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അധ്യാപക നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. കാലകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്കറിയാം, ഈ UDF ഭരിക്കുമ്പോഴൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് എപ്പോഴും കൈവശം വെക്കുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ ലീഗിന് സ്വാഭാവികമായും ആ വകുപ്പിൽ താല്പര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ട്. അവിടെയാണ് ഈ ലീഗ് സമരം ഏറ്റെടുക്കുന്നതിലെ ഒരു പ്രസക്തി. നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ MSFും ഹരിതയും ഒക്കെ കടന്ന് ലീഗ് സമരം ഏറ്റെടുക്കുന്ന പശ്ചാത്തലം വന്നാൽ അത് UDFന്റെ ഒരു സമരമായി സ്വാഭാവികമായി മാറും. വരും ദിവസങ്ങളിൽ ആ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കും സമരപരിപാടികൾക്കും ഒക്കെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുകയും വരും. സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയും ചെയ്യും. അനുമോദ്, തീർച്ചയായും അതുതന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മുസ്ലിം ലീഗ് ഈ ഒരു വിഷയത്തിൽ സമരം ഏറ്റെടുത്ത് ഇറങ്ങുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലും മലബാറിലും അത് വലിയ തോതിൽ തന്നെ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും സർക്കാരിനുണ്ടാവുക. സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ തന്നെ ഈ വിഷയത്തിൽ ന്യായീകരിച്ച് നിൽക്കാൻ കഴിയുന്ന അവസ്ഥയായിരിക്കില്ല. MSFന്റെ സമരം കാരണം തന്നെ ഇപ്പോൾ നിയമസഭയിൽ ഇത്രമാത്രം പ്രതിഷേധം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സാഹചര്യങ്ങൾ ഇതിലും രൂക്ഷമാകും. യൂത്ത് ലീഗിന്റെ സമരം കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുക എന്ന് PMA സലാം പറയുമ്പോൾ അത് തന്നെ ഒരു സമര പ്രഖ്യാപനമാണ്. രാഷ്ട്രീയമായിട്ട് ഈ വിഷയത്തെ ലീഗ് കാണുന്നു, ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മുസ്ലിം ലീഗിനെതിരെ അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര ബാച്ച് അനുവദിച്ചു എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് LDF ഇതിനെ നേരിടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമം നടത്തുമ്പോൾ മുൻപ് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ചോദിക്കുന്നത് അതിന് ഉത്തരമാകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നിലവിൽ വിദ്യാർത്ഥികൾ അവസരം കിട്ടാതെ മലപ്പുറത്ത് പ്രതിസന്ധിയിലാകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്. അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കണക്കുകൾ നൽകിക്കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹയർ സെക്കൻഡറി ഡയറക്ടർ ബോർഡിന്റെ കയ്യിലുള്ള കണക്കെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്കിന് ഒരു സാധുത നൽകേണ്ടതുണ്ട്. അത് രണ്ടും രണ്ടാണ്. അപ്പോൾ സർക്കാരിന്റെ സംവിധാനത്തിൽ തന്നെ രണ്ട് തരത്തിലുള്ള കണക്കുകൾ. മലപ്പുറത്ത് A+ കിട്ടിയ കുട്ടികൾ പഠിക്കാൻ അവസരമില്ലാതെ വീട്ടിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവര് കൗൺസിലിംഗിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണെന്നാണ് പല രക്ഷിതാക്കളും പറയുന്നത്. അവരൊന്നും തന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ തയ്യാറാകുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് വേണ്ടി നമ്മളിത് പറയുന്നത്. അപ്പോൾ അത്രമാത്രം സാഹചര്യങ്ങൾ മോശമാകുന്നുണ്ട്. നല്ല രീതിയിൽ പഠിച്ച് പാസ്സായ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അവസരം കിട്ടാതാകുമ്പോൾ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്, മാനസിക വ്യഥകളുണ്ട്, അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന സമ്മർദ്ദമുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് എല്ലാം അപ്പുറത്ത് ഇതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഈ തരത്തിൽ പല തലങ്ങളിലാണ് ഈ ഒരു പ്രശ്നം വ്യാപിച്ചു കിടക്കുന്നത്. അതിന് തക്കതായൊരു പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് അത് രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുമെന്നുള്ളത് അവരുടെ പ്രഖ്യാപനമാണ്. അത് അവരുടെ ഒരു തീരുമാനമാണ്. അത് വലിയ തോതിൽ തന്നെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാക്കും ഉണ്ടാക്കുക. തീർച്ചയായും അതാണ്. ഏതായാലും സർക്കാർ പ്രതിരോധത്തിലാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഒരു സമവായ ശ്രമത്തിനുള്ള സംവിധാനമാണ് ഒരുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ശക്തമായി തന്നെ രാഷ്ട്രീയ ആയുധമായി തന്നെ ലീഗും UDF-ഉം ഈ വിഷയത്തെ സമീപിച്ചു കഴിഞ്ഞു. ഇതിനകം തന്നെ സ്വാഭാവികമായും വരും ദിവസങ്ങളിലും പ്രതിഷേധമുണ്ടാകും. ഇന്ന് KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ദാണ് സംസ്ഥാനത്തുടനീളം. ഇന്ന് MSF-ന്റെ അടക്കം മാർച്ച് തലസ്ഥാനത്തുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും കൂടുതൽ ശക്തമായി ഈ സമരം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ പെട്ടെന്ന്